നമസ്കാരം. LGS 2024 പരീക്ഷയ്ക്കിനി ഏകദേശം 150 ദിവസങ്ങളാണുള്ളത്. സെപ്റ്റംബർ മാസം മുതൽ LGS പരീക്ഷ ആരംഭിക്കുമെന്നാണ് PSC വളരെ മുമ്പേ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ കൃത്യമായ വിധത്തിൽ വളരെ കുറഞ്ഞ എഫർട്ടിൽ എങ്ങനെ ഈ പരീക്ഷയെ നേരിടാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്തോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിൽ ഭൂരിഭാഗം പേരും LGS പരീക്ഷയോടൊപ്പം തന്നെ LD ക്ലർക്ക് പരീക്ഷയ്ക്കും കൂടി പഠിക്കുന്നവരാണ് അല്ലേ? അവിടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ആദ്യം ഏത് പരീക്ഷയാണ് നടക്കുന്നത്? LD ക്ലർക്ക് പരീക്ഷയാണ് നടക്കുന്നത് അല്ലേ? LD ക്ലർക്ക് പരീക്ഷ ജൂലൈ മാസത്തിൽ തുടങ്ങും, സെപ്റ്റംബറോടുകൂടി പൂർത്തിയാവും. സെപ്റ്റംബർ മുതലാണ് ഏത് തുടങ്ങുന്നത്? LGS പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ ഈ രണ്ട് പരീക്ഷ എഴുതുന്നവർക്കും കൂടി വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത്. ഇപ്പോൾ LD ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർ, അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ ഏത് രീതിയിൽ പഠിക്കണം എന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ അഭിപ്രായപ്പെട്ടത് പ്രകാരം LGS പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഈ പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർ, LGS പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പുസ്തകം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ LD ക്ലർക്ക് പരീക്ഷയുടെ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ പരീക്ഷയുടെ സിലബസിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ പരീക്ഷയ്ക്ക് ഗുണപ്പെടുന്ന വിധത്തിലാണ്. അതേസമയം നിങ്ങൾ LD ക്ലർക്ക് പരീക്ഷയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് LGS പരീക്ഷയ്ക്കാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കും. ആ പുസ്തകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1 കൊല്ലത്തിന് മുമ്പുള്ള പുസ്തകമായിരിക്കും, 2 കൊല്ലത്തിന് മുമ്പുള്ള പുസ്തകമായിരിക്കും, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ച ഒരു പുസ്തകം തന്നെയായിരിക്കും. പക്ഷേ അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ആ പുസ്തകത്തിനകത്ത് ആകെ എത്ര പേജുകളുണ്ട്. 2000 3000 ഒക്കെ പേജുകളുള്ള ഒരു പുസ്തകമാണ് എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾക്ക് പഠിക്കാനുള്ളതിലും അധികം കാര്യങ്ങൾ കുത്തി നിറച്ചു വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ 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 താല്പര്യമുണ്ട്. ഈ താല്പര്യം തകർന്നു പോകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു പുസ്തകം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഒരു ക്രമവുമില്ലാതെ എഴുതി വച്ചിരിക്കുന്ന ഒരു 1,900 കാര്യങ്ങൾ. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന ഒരു ചിന്താക്കുഴപ്പത്തിലാണ് നിങ്ങളിത് സാധ്യമല്ല എന്നുള്ള ഒരു ചിന്തയിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് ആസ്ഥ അക്കാഡമിയുടെ LGS പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ഈ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ എത്ര പേജുകളുണ്ടെന്നറിയാമോ? ഈ പുസ്തകത്തിനകത്ത് 1200 പേജുകളേ ഉള്ളൂ. 1200 പേജുകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 1176 പേജുകളേ ഉള്ളൂ. നിങ്ങളുടെ ഈ സിലബസ് അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുവോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുസ്തകം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, സിലബസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിലുള്ളൂ. സിലബസിൽ പറയാത്ത കാര്യങ്ങളൊന്നും ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതായത് ഈ പുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. ഈ പുസ്തകത്തിൽ 1200 പേജുകളാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ വിലയും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിന് 399 രൂപ മാത്രമാണ് വില. 399 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റലായിട്ട് അയച്ചു തരുന്ന ചാർജ് ഉൾപ്പെടെയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല പുസ്തകം. ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും, മടുക്കാതെ പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത് റാങ്ക് ഫയൽ എന്നുള്ള പേരല്ല, ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത് സ്മാർട്ട് ഫയൽ എന്നുള്ള പേരാണ്. LGS 2024 മിന്നൽ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതായത് വളരെ പെട്ടെന്ന് ഒരാൾക്ക് പുസ്തകം പഠിച്ച് തീർക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. സ്മാർട്ട് ഫയൽ എന്നുള്ളതാണ്.
അതായത് ഇവിടെ ഹാർഡ് വർക്കിൻ്റെ ആവശ്യമില്ല. കൃത്യമായി പഠിക്കുക, പഠിക്കേണ്ടത് മാത്രം പഠിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ്, കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകം. അപ്പോൾ 150 ദിവസമേ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരാളല്ല, നാളെ മുതലാണ് പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞ സിലബസ് പഠിച്ചു തീർത്ത് പരീക്ഷ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വന്നിട്ടുണ്ടാവും, ഇയാൾ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നവർ ധാരാളം പേരുണ്ടാവും. പക്ഷേ ഞാൻ വളരെ വ്യക്തമായിട്ടും ആത്മാർത്ഥമായിട്ടും നിങ്ങളടുത്ത് പറയുന്നു, ഈ ഒരു അവസരത്തിൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകവും എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടില്ല. കാരണം ഈ 150 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ പുസ്തകം വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 1200 പേജുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ 1200 പേജുകളുള്ള വേറൊരു പുസ്തകം നിങ്ങൾ മനസ്സിൽ കാണുക. ആ പുസ്തകം പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 100 മണിക്കൂറാണ് എങ്കിൽ ഈ പുസ്തകം പഠിക്കാൻ നിങ്ങൾക്ക് 50 മണിക്കൂർ മതി. എന്തുകൊണ്ടാണ്? ഓരോ ചോദ്യവും കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതെന്നെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പുസ്തകം പ്രദാനം ചെയ്യത്തില്ല. നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ള ചിന്ത ഓരോ പേജും മറിയുമ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മാത്രമല്ല പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി ഈ പുസ്തകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരിക്കണം. പുസ്തകമില്ലാതെ പഠിക്കാനായിട്ട് പറ്റത്തില്ല. കുറേ നോട്ടുകൾ അവിടെ നിന്നും ഇവിടെ നിന്നും ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറാകാനായിട്ട് പറ്റത്തില്ല. മിനിമം സമയത്തിനുള്ളിൽ തയ്യാറാകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ കാര്യം അതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റിലോട്ട് വരാം. നമ്മുടെ ഈ പരീക്ഷയുടെ സിലബസ്, ആ സിലബസിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതിൻ്റെ എളുപ്പവും ബോധ്യപ്പെടും. നമുക്ക് ഈ പരീക്ഷയുടെ സിലബസിൽ നമുക്ക് മാത്സ് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ മെൻ്റൽ എബിലിറ്റി പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. 10 മാർക്കിനാണ് മാത്സിൻ്റെ ഭാഗത്ത് ചോദ്യങ്ങൾ. മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് 10 മാർക്കാണ്. മാത്സിൻ്റെ ഭാഗത്ത് 8 ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് 8 ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിൽ നിന്നെല്ലാം ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ മാത്സിൻ്റെ ഭാഗത്ത് 8 ടോപ്പിക്കിൽ നിന്നായിട്ട് 10 മാർക്കാണ്. അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് 8 ടോപ്പിക്കിൽ നിന്നായിട്ട് 10 മാർക്കാണ്. അതായത് മാത്സ് മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് ആകെ ഉണ്ടാകുക 20 ചോദ്യങ്ങൾ, 20 മാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന സാധനം എന്തൊക്കെയാണ്? ഒന്ന് ബയോളജി, അതായത് നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാണ് തന്നേക്കുന്നത്, ബയോളജി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്സും കെമിസ്ട്രിയും. ബയോളജിയുടെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് 5 മാർക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് 5 മാർക്ക്. അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഭാഗത്തായിട്ട് 10 മാർക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം കൂടി അവിടെ വരും, പൊതുജന ആരോഗ്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ജീവശാസ്ത്രം തന്നെയാണ്. പൊതുജന ആരോഗ്യത്തിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ജീവിതശൈലി രോഗങ്ങൾ, രോഗങ്ങളും രോഗകാരികളും അല്ലെ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം. ഇതൊക്കെ സാധാരണഗതിയിൽ ജീവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പല പരീക്ഷകൾക്കും മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ജീവശാസ്ത്രമായിട്ട് തന്നെ കൂട്ടണം. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജീവശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നായിട്ട് 15 മാർക്കുണ്ടാവും. ജീവശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നായിട്ട് 15 മാർക്കുണ്ടാവും. എങ്ങനെയാണ്? ഈ ജീവശാസ്ത്രം അതിൻ്റെ കൂടെ പൊതുജനാരോഗ്യം കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ 15 മാർക്കുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി ഭാഗത്തായിട്ട് 5 മാർക്കാണ്. മാത്സ്, മെൻ്റൽ എബിലിറ്റി അതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ജനറൽ സയൻസ് ആണ്. ആ ജനറൽ സയൻസിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന 15 മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ഇനിയുള്ളത് ഫിസിക്സും കെമിസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആകെ അവിടെ എത്ര ചോദ്യങ്ങളാണ് ജനറൽ സയൻസിൻ്റെ ഭാഗത്തുള്ളത്? 20 ചോദ്യങ്ങളാണ്.
അപ്പോൾ ഇത് രണ്ടും കൂടി ഇപ്പോൾ 40 മാർക്കിൻ്റെ ചോദ്യമായി. കണ്ടോ, 40 മാർക്കിൻ്റെ ചോദ്യം. ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ 40 ചോദ്യങ്ങൾ ഇതായിരിക്കും എന്ന് ബോധ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പഠനം എളുപ്പമാവും. അപ്പോൾ ഇവിടെ 40 മാർക്കിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം? നിങ്ങൾക്ക് 28-30 മാർക്കെങ്കിലും നേടാനായിട്ട് പറ്റണം. ഇപ്പോൾ മാത്സിൻ്റെ ഭാഗത്ത്, മെൻ്റബിലിറ്റിയുടെ ഭാഗത്ത് അത്യാവശ്യം അറിവുള്ള ഒരാൾക്ക് 10-18 മാർക്ക് തന്നെ ആ ഭാഗത്ത് നേടാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ജനറൽ സയൻസിൻ്റെ ഭാഗത്ത് 10 മാർക്ക് നേടുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 28-30 മാർക്കല്ല, അതിനേക്കാൾ കൂടുതൽ മാർക്ക് ഈ ഭാഗം ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരാൾക്ക് നേടാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഒരു എളുപ്പമുള്ള ചോദ്യ പേപ്പർ വച്ചിട്ടല്ല, ഇത്തിരി പ്രയാസമുള്ള ഒരു ചോദ്യ പേപ്പറാണ്. കഴിഞ്ഞ തവണ ചോദിച്ചതിനേക്കാളും ഇത്തിരി പ്രയാസമുള്ള ഒരു ചോദ്യ പേപ്പറാണ് ഈ പരീക്ഷയ്ക്ക് വരിക എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ 40 മാർക്കിൽ 28 മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ നല്ല മാർക്കാണ്. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കും എന്നുള്ളതാണ്. നിങ്ങളാരും മാത്സ് പഠിക്കാറില്ല, നിങ്ങളാരും മെൻ്റൽ എബിലിറ്റി പരിശീലിക്കാറില്ല, നിങ്ങളാരും ജനറൽ സയൻസിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നിങ്ങളുടെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ പഠിക്കുന്നത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയാണ്. അതിനകത്തോട്ട് നമ്മളിപ്പോൾ വന്നിട്ടേ ഇല്ല, അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിന് പ്രാധാന്യം കൊടുത്ത് പഠിച്ച് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഏരിയ, അതായത് കൂടുതൽ മാർക്ക് വിഹിതമുള്ള ഭാഗത്ത് നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മുട്ടായി പറക്കൽ മത്സരം കണ്ടിട്ടുണ്ടോ? അവിടെ മുട്ടായി തറയിലിടുന്നു. മുട്ടായി തറയിലിടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മുട്ടായി പറക്കുന്ന കുട്ടി ആരായിരിക്കും? കൂടുതൽ മുട്ടായി കിടക്കുന്ന ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുട്ടായി പറക്കുന്ന കുട്ടിക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുക. അതേസമയം ഈ മുട്ടായി പറക്കൽ മത്സരത്തിൽ ചെതറിപ്പോയ 1-2 മുട്ടായികളെ നോക്കി, നല്ല കളറായിരിക്കും, ചെതറിപ്പോയ 1-2 മുട്ടായികളെ നോക്കി അത് പോയി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിക്ക് ആ മുട്ടായി പറക്കാനായിട്ട് പറ്റും. പക്ഷേ കൂടുതൽ മുട്ടായി പറക്കാനുള്ള സമയം കിട്ടാതെ വരും. അതുകൊണ്ട് കൂടുതൽ മാർക്കിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത്, കൂടുതൽ മുട്ടായികളുള്ളത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗം കൂടി പരിചയപ്പെടുത്താം, കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് ഈ പരീക്ഷയ്ക്ക് പറഞ്ഞിരിക്കുന്നത് 20 ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങൾ അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, മൊത്തം എത്ര ചോദ്യങ്ങളായി? 60 ചോദ്യം. ഈ 60 ചോദ്യത്തിൽ നിങ്ങൾ പൊതുവെ GK എന്ന് പറയുന്ന കാര്യം ഇതുവരെ വന്നിട്ടില്ല അല്ലേ? നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടോ? കൂടുതൽ മുട്ടായി ഉള്ളത് ഇവിടെ, കൂടുതൽ മാർക്കുള്ളത് ഇവിടെ. ഇവിടോട്ട് നിങ്ങളുടെ പഠനം ഇതുവരെ എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തുള്ളത് എത്ര ചോദ്യങ്ങളാണ്? 20 ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാറേ ഞാൻ ഏത് മുതൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ചോദ്യമാണ് എപ്പോഴും ചോദിക്കാറ്. ഈ ചോദ്യം ചോദിക്കുന്നത് 2024 സാധാരണഗതിയിൽ 2 വർഷം മുമ്പ് വരെയുള്ള ചോദ്യങ്ങൾ, 3 വർഷം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചില സമയത്ത് ചോദിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മളൊരു 4-5 കൊല്ലത്തേക്ക് പുറകോട്ട് പോകേണ്ട കാര്യമില്ല. 2022 മുതലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. 2022 കാര്യമെന്ന് പറയുമ്പോൾ വാരി വലിച്ച് പഠിക്കരുത്. കാരണം ഇവിടെ 20 മാർക്കുണ്ടെങ്കിൽ 2-3 മാർക്കായിരിക്കും 2022 ആ പറഞ്ഞ കാലഘട്ടത്തിൽ ചോദ്യങ്ങളായിട്ട് വരിക. കൂടുതലും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഏത് വർഷത്തിലായിരിക്കും? 2023 2023 ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓരോ കൊല്ലം കഴിയും തോറും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലും മാസികകളിലും ഒക്കെ ഒരുപാട് വിവരങ്ങൾ വരും. അതെല്ലാം ഈ പറഞ്ഞ ചോദ്യകർത്താക്കൾ ശേഖരിക്കാറുണ്ട്, അവിടെ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ 2022 ഇപ്പോൾ വലിയ പ്രസക്തിയില്ല. 2024 ചോദ്യകർത്താവിന് കൂടുതൽ ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കുന്നത് 2023 അവിടെ നിന്ന് ഒരുപാട് ഡാറ്റ അവർക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ഈ പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബറിലാണ്. അപ്പോൾ ഏതാണ്ട് മെയ്-ജൂൺ വരെയുള്ളത്, 2024 മെയ്-ജൂൺ വരെയുള്ള കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാം.
അപ്പോൾ 20 മാർക്കിൽ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് 2022 കറണ്ട് അഫയേഴ്സ് ചോദിക്കുമെങ്കിൽ ബാക്കിയുള്ള 10-15 മാർക്കും ചോദിക്കാൻ പോകുന്നത് ഏതിൽ നിന്നായിരിക്കും? ഈ പറഞ്ഞ 2023-2024 വർഷത്തിൽ നിന്നായിരിക്കും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു 10 മാർക്കോളം ചോദ്യങ്ങൾ വരുന്നത് 2023 എന്ന് പറയുന്ന വർഷത്തിൽ നിന്നായിരിക്കും. ബാക്കി ഒരു 5-6 ചോദ്യങ്ങളായിരിക്കും 2024 ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യത. അപ്പോൾ അവിടെ 20 ചോദ്യങ്ങളുണ്ട്. ആ 20 ചോദ്യങ്ങളിൽ ഒരു 12 മാർക്ക് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റണം. 12 മുതൽ 15 മാർക്ക് വരെ നേടാനായിട്ട് പറ്റണം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ 60 മാർക്ക്, മൊത്തം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ 60 മാർക്കിൻ്റെ കാര്യമാണ്. ഈ 60 മാർക്കിൽ ഏറ്റവും കുറഞ്ഞത് 40 മാർക്ക് നിങ്ങൾക്ക് നേടാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടിയാൽ 45 മാർക്ക് വരെ നേടാം. ഈ 40-45 എന്ന് പറയുന്നത് ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ്. ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ കാര്യമാണ്. കുറച്ച് കാലമായിട്ട് ഈ പറഞ്ഞ മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടാനായിട്ട് പറ്റും. ഞാനിത് പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനാണ്. ഈ മാർക്ക് നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ശരിയായ രീതിയിൽ പരിശ്രമിക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ തന്നെ 60-ൽ 40 മുതൽ 45 മാർക്ക് വരെ ഈ ഭാഗത്ത് നേടാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറയാണ്, 5 മാസമുണ്ട് പരീക്ഷയ്ക്ക്, 5 മാസമുണ്ട്. 1 മാസം മാത്സും മെൻ്റൽ എബിലിറ്റിയും പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചാൽ, 1 മാസം ജനറൽ സയൻസ് പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചാൽ, 1 മാസം കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി വിനിയോഗിച്ചാൽ ഈ പറഞ്ഞ റിസൾട്ട് വന്നിരിക്കും. ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതിന് അവലംബമാക്കേണ്ടത് ഞാൻ പറഞ്ഞ മിന്നൽ എന്ന് പറയുന്ന ആസ്ഥ അക്കാഡമിയുടെ പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങൾ നോക്കി, ഈ പറഞ്ഞ മേഖലയിലെ കാര്യങ്ങൾ നോക്കി പഠിക്കുമെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, 3 മാസമൊന്നും വേണ്ട, ഈ 60 മാർക്കിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് 3 മാസമൊന്നും വേണ്ട, 1-1.5 മാസം കൊണ്ട്, 10-40 ദിവസം കൊണ്ട് ഈ ഭാഗത്ത് 40-45 മാർക്ക് നേടുന്നവരായിട്ട് വളരാൻ പറ്റുമെന്നുള്ള കാര്യത്തിനകത്ത് 101% ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി 40 മാർക്കിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് വരാം. അപ്പം നമ്മൾ പറഞ്ഞു ഈ 3 ഭാഗത്ത് നിന്നായിട്ട് ആകെ 60 മാർക്ക്, അതിൽ നമുക്ക് 40-45 മാർക്ക് വരെ ഈ രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയുള്ളത് 40 മാർക്കാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മൾ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം, ആ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് 7 ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. ആ 7 ടോപ്പിക്കിൽ നിന്നായിട്ടാണ് 40 മാർക്ക്. അതിൽ 6 ടോപ്പിക്കും 5 വീതം മാർക്കാണ്. അതിൽ ഒരു ടോപ്പിക്ക് 10 മാർക്കാണ്. ഒരു ടോപ്പിക്ക് 10 മാർക്കാണ്. അതേതാണ് ടോപ്പിക്ക്? കേരള ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് പഠിക്കാൻ എടുക്കേണ്ടത് കേരള ജോഗ്രഫിയാണ്. അവിടെ 10 ചോദ്യങ്ങളുണ്ടാവും. കേരള ജോഗ്രഫിയാണ്, 10 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കേരള ജോഗ്രഫിയുടെ ഭാഗത്ത് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം പഠിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, കേരളത്തിലെ അണക്കെട്ടുകൾ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, കേരളത്തിലെ കായിക രംഗം, കേരളത്തിലെ മത്സ്യബന്ധന രംഗം പോലുള്ള കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ദേശീയ പാർക്കുകൾ പഠിക്കുന്നു, വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുന്നു. ഈ പറഞ്ഞ കാര്യം പഠിക്കുക ഇത്ര എളുപ്പമായിരിക്കും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ജീവശാസ്ത്ര ഭാഗം പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ദേശീയ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ആൾറെഡി വന്നിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഈ ഭൂമിശാസ്ത്രം പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് ഒരു ക്രമത്തിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നദികളെക്കുറിച്ച് പറഞ്ഞു, കായലുകളെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ അണക്കെട്ടുകളെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് ദേശീയ പാർക്കുകളെക്കുറിച്ച്, വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ വന്യജീവി സങ്കേതങ്ങളും ദേശീയ പാർക്കുകളും ഒക്കെ ഏതെങ്കിലും നദികളുമായി ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം നന്നായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല ആ ഭാഗത്ത് മാർക്ക് വിഹിതം 10 ആണ്.
അപ്പം നേരത്തെ പറഞ്ഞ 60, ദാ ഇപ്പോൾ പറഞ്ഞ കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ 10, 70 മാർക്ക്. അപ്പോൾ അടുത്തത് പഠനത്തിനെടുക്കേണ്ടത് കേരള ഭൂമിശാസ്ത്രമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ നിങ്ങൾ എടുക്കേണ്ട ഭാഗം എന്നറിയാമോ? അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. 5 മാർക്കേ ഉള്ളൂ, പക്ഷേ അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടാനായിട്ട് പറ്റും. അവിടെ പറയുന്നത്, പ്രധാനമായിട്ടും ഊന്നി പറഞ്ഞിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ എന്നുള്ളതാണ്. മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ആ അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭരണഘടനയുടെ രൂപീകരണം മുതലുള്ള കാര്യങ്ങൾ പഠിക്കണം. ഭരണഘടന രൂപീകരിക്കുന്നത്, ഭരണഘടനയ്ക്കകത്ത് എത്ര വകുപ്പുകളുണ്ട്, എത്ര പട്ടികയുണ്ട്, എത്ര പാർട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഭരണഘടനയുടെ ആമുഖം എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ പോലുള്ള കാര്യങ്ങളിലോട്ട് വരികയാണ് എങ്കിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് കൂടി മനസ്സിലാക്കുകയാണ് എങ്കിൽ ആ 5 മാർക്കും എളുപ്പത്തിന് കിട്ടും. അതായത് അവിടെ പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ മാർക്ക് കുറവാണ്, 5 മാർക്കേ ഉള്ളൂ, പക്ഷെ പഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. അതേസമയം കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് 5 മാർക്കുണ്ട്, 5 മാർക്ക് അവിടെയുണ്ട്, പക്ഷേ കേരള ഹിസ്റ്ററി പഠിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ കേരള ഹിസ്റ്ററി പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തോട്ട് വരണം. അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ എത്ര മാർക്കായി? 75 മാർക്കായി. ഈ പറഞ്ഞ കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ 1 മാസം എടുത്ത് പഠിച്ചോ, ഒരു കുഴപ്പമില്ല. അത്രത്തോളം സമയം ഇപ്പോൾ ഉണ്ട്. 1 മാസം എടുത്ത് പഠിച്ചോ. നിങ്ങൾക്ക് 5 മാസം ഇനിയും നിങ്ങൾക്ക് എന്തുണ്ട്, പരീക്ഷയ്ക്ക് സമയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഓരോ മാസം വെച്ച്, ഓരോ ടോപ്പിക്ക് ഓരോ മാസം വെച്ച് പഠിക്കുകയാണെങ്കിൽ പോലും 4 മാസം കൊണ്ട് ഈ പറഞ്ഞ 75 മാർക്കിൻ്റെ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 10-12 മാർക്ക് നേടാനായിട്ട് പറ്റും. 10-12 മാർക്ക് നേടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത് 40-45 മാർക്കാണ്. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ അത് 50, പിന്നെ അത് കഴിഞ്ഞിട്ട് 12 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും 57 മാർക്കിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എത്ര ചോദ്യങ്ങളാണ് പഠിച്ചത്? ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എത്ര മാർക്കിനുള്ള കാര്യങ്ങളാണ് പഠിച്ചത്? 75 മാർക്കിനുള്ള കാര്യങ്ങളെ പഠിച്ചുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ 50-57 മാർക്കിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സാമാന്യം പ്രയാസമുള്ള ഒരു പരീക്ഷ, LGS പരീക്ഷ. LGS പരീക്ഷ എന്ന് പറയുമ്പോൾ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷയാണ്. എളുപ്പമുള്ള പരീക്ഷയല്ല, ഇത്തിരി പ്രയാസമുള്ള പരീക്ഷയാണ്. അപ്പോൾ LGS പരീക്ഷ, അതിനകത്ത് ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യാനില്ല. ഓരോ ജില്ലയിലും ഈ പറഞ്ഞ 50,000-60,000 പേരൊന്നും ഈ പരീക്ഷ എഴുതാനായിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ 75-ൽ 50-57 മാർക്ക് എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള മാർക്കാണ്. ഇനിയുള്ളത് 25 മാർക്കാണ്. ഈ 25 മാർക്കിൽ ഇനി നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിക്കാണ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രം. അടുത്തത് പഠിക്കാനായിട്ട് എടുക്കേണ്ടത് ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്ര ഭാഗത്ത് 5 മാർക്കാണുള്ളത്. അത് കഴിഞ്ഞ് പഠിക്കാൻ എടുക്കേണ്ടതെന്നറിയാമോ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അവിടെ എന്തൊക്കെ പഠിക്കണമെന്നുള്ള ആശയക്കുഴപ്പം നിങ്ങൾക്ക് വേണ്ട. ഈ പുസ്തകത്തിനകത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, അവിടെ തന്നെയാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും, പിന്നെ അത് കഴിഞ്ഞിട്ട് യുദ്ധങ്ങളും അടിയന്തരാവസ്ഥയും എല്ലാം വരുന്നത് അവിടെ തന്നെയാണ്. അവിടെ തന്നെയാണ് ഇന്ത്യയുടെ വിദേശ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതെല്ലാം അടിവരയിട്ട് അക്കം നിരത്തി ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 75 മാർക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞാൽ പഠിക്കാൻ തുടങ്ങേണ്ടത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ 10 മാർക്കാണ്. ആ 10 മാർക്കിൽ നിങ്ങൾക്ക് ഒരു 6 മുതൽ 10 മാർക്ക് വരെ നേടാനായിട്ട് പറ്റും. 6 മുതൽ 10 മാർക്ക് വരെ ആ ഭാഗത്ത് നേടാനായിട്ട് പറ്റും. ഇനി 15 മാർക്കാണ്. ഈ 15 മാർക്കിൽ ഇനി നിങ്ങൾ പഠിക്കേണ്ട ഏത് ടോപ്പിക് എന്നറിയാമോ? ശാസ്ത്ര സാങ്കേതിക രംഗം, സാമ്പത്തിക രംഗം, രാഷ്ട്രീയം, കായികം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ പൊതുവിജ്ഞാനത്തിൻ്റെ സിലബസ് തന്നിരിക്കുമ്പോൾ അതിനകത്ത് 7ാമതായിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ഭാഗത്തുനിന്ന് 5 ചോദ്യങ്ങളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല.
ആ ഭാഗം പഠിക്കണം. 5 മാർക്കിൻ്റെ ഭാഗമാണ്. പഠിച്ചു തീർക്കാൻ എളുപ്പമാണ്. അവിടെ ഒരുപാട് ചോദ്യം ചോദിക്കാനുള്ള അവസരം ചോദ്യകർത്താവിന് കിട്ടത്തില്ല. ലിമിറ്റഡ് ആണ് ആ ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ ശാസ്ത്രരംഗം എന്ന് പറയുന്ന ഒരു ഭാഗം, ശാസ്ത്ര സാങ്കേതിക രംഗം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് 2-3 മാർക്കെങ്കിലും നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഏതാണ്ട് 90 മാർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഈ 90 മാർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തീർത്തപ്പോഴും നിങ്ങൾ പഠിക്കാൻ എടുത്തിരിക്കുന്ന സാധനം ഇതുവരെ വന്നോ? നിങ്ങൾ പഠിക്കാൻ എടുത്തിരിക്കുന്ന സാധനം ഇതുവരെ വന്നിട്ടില്ല. 90 മാർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്? കേരള ഹിസ്റ്ററി. നിങ്ങളെപ്പോഴും നവോത്ഥാന നായകരെ പറഞ്ഞ് തീർത്തിട്ടില്ല, പഠിച്ചു തീർത്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ ഇതുവരെ സ്വാതന്ത്ര്യ സമരം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല? അതിത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഒരുപാട് വായിക്കേണ്ടി വരുന്ന ഒരു ഭാഗമാണ്. അത് ഇനി ഈ പറഞ്ഞ പഠനത്തിൽ അവസാനത്തിലോട്ട് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ആൾറെഡി അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ബാലഗംഗാധര തിലകൻ ലോകമാന്യ എന്നറിയപ്പെടുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പം ഇനി ആ കാര്യത്തിനകത്ത് കൂടുതൽ റിസർച്ച് ചെയ്യാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞ ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 56, 67 എന്നുള്ളത് ഏതും കൂടെ ചേർക്കുമ്പോൾ ശാസ്ത്രരംഗം കൂടി ചേർക്കുമ്പോഴത്തേക്കും ഒരു 60-70 മാർക്കിലോട്ട് നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അത് എത്ര മാർക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ്? 90 മാർക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ്. ഇനിയും ഉണ്ട് 10 മാർക്ക്. ആ 10 മാർക്കിൽ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ എങ്ങനെയായാലും 5 മാർക്ക് കിട്ടും. പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ പോലും 5-7 മാർക്ക് എങ്ങനെയായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ കിട്ടും. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് 78-80 മാർക്ക് വരെയും ഒരു ശരാശരി ആയിട്ടുള്ള ഒരാൾക്ക് ഏതാണ്ട് 70 മാർക്ക് വരെയും സംഘടിപ്പിക്കാനായിട്ട് പറ്റും. ഈ ലിസ്റ്റിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. ഇനി ബാക്കി ആ മാർക്കിനെ അതിൻ്റെ വലിയ ഒരു സ്കോറിലോട്ട് കൊണ്ടെത്തിക്കുന്നത് പിന്നെ ഇവിടെയുള്ള നിങ്ങളുടെ ശ്രമമാണ്, നിങ്ങളുടെ വേർപ്പൊഴുക്കലാണ്. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സങ്കീർണമാണോ? അല്ല. പക്ഷെ സങ്കീർണമാണെന്ന് തോന്നിപ്പിച്ച കാര്യം എന്താണ്? ആ പുസ്തകമാണ് അല്ലേ? പുസ്തകമാണ് എല്ലാം കൂടി വാരി വലിച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ പേടിച്ചു പോകുന്നു, പഠിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയുണ്ടാവുന്നു. അപ്പം അതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ആസ്ഥ അക്കാഡമിയുടെ മിന്നൽ എന്ന് പറയുന്ന പുസ്തകം. അപ്പം ഈ പുസ്തകം വാങ്ങണം എന്നൊരു പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും. താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ മുടക്കേണ്ടത് 399 രൂപ മാത്രമാണ്. 1200 പേജുള്ള ഈ പുസ്തകത്തിന് മുടക്കേണ്ടത് 399 രൂപ മാത്രമാണ്. ഈ പുസ്തകം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ ആസ്ഥ അക്കാഡമിയുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ഈ കാശ് അടച്ചാൽ 399 രൂപ അടച്ചു കഴിഞ്ഞാൽ പുസ്തകം നിങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ട് പറ്റും. പുസ്തകം പോസ്റ്റൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്? അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കിട്ടും. 4-5 വർക്കിംഗ് ഡേയ്സിനകത്ത് നിങ്ങൾക്ക് പുസ്തകം കിട്ടും. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ ഗൂഗിൾ പേ എടുക്കുക. അതിനകത്ത് UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ അതിനകത്ത് നോക്കുമ്പോൾ UPI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ഈ UPI ID കൊടുക്കുക. QR.ASTHA ആസ്ഥ അക്കാഡമിയുടെ AC ആസ്ഥ പിന്നെ അത് കഴിഞ്ഞിട്ട് @SIB ഈ പറഞ്ഞ ഏതാണ് UPI ID ആ ഗൂഗിൾ പേയിൽ കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 399 രൂപ അയക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾ 399 രൂപ അയച്ചു കഴിഞ്ഞാൽ ആ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലാണോ പുസ്തകം അയക്കേണ്ടത് ആ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പിൻകോഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഏതെങ്കിലും ഫോൺ നമ്പറല്ല, വിളിച്ചാൽ എടുക്കുന്ന ഒരു ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറും കൃത്യമായിട്ടുണ്ടായിരിക്കണം. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വിളിച്ചാൽ എടുക്കുന്ന ഒരു ഫോൺ നമ്പർ വേണം. അപ്പോൾ പിൻകോഡ്, ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കൃത്യമായുള്ള അഡ്രസ്സ് ഞങ്ങൾക്ക് അയച്ചു തരണം. അയച്ചു തരേണ്ടത് ഈ വാട്സപ്പ് നമ്പറിലോട്ടാണ്. 97 45 46 47 97 അല്ലേ? നമ്പർ പെട്ടെന്ന് ഓർക്കാൻ പറ്റും. 45 46 47 അതിന് അപ്പുറവും ഇപ്പുറവും 97. ഇതാണ് ആ വാട്സപ്പ് നമ്പർ. ഈ വാട്സപ്പ് നമ്പറിലോട്ട് എന്ത് ചെയ്യുക? അയക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. 97
45177710 എന്ന് പറയുന്ന ഈ നമ്പറിൽ വിളിക്കുക. എന്തായാലും ഈ പുസ്തകവും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പരീക്ഷ ജയിക്കുന്നതിന് നിങ്ങളെ വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീരുമാനമെടുക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നിങ്ങളാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.